എൻ്റെ പേര് എ പി ജാഫർ. വീട് പട്ടാമ്പിക്കടുത്ത കറുകപുത്തൂരാണ്. ആദ്യമായി ഇത്രയും വലിയൊരു ജനസമൂഹം ഇവിടെ എത്തിയതിന് പെരിന്തൽമണ്ണയെയും അതിലേക്ക് നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട MLA-യെയും ആശംസകൾ അറിയിക്കുകയാണ്. ഏകദേശം 2 വർഷം മുമ്പ് പട്ടാമ്പിയിലെ കൊപ്പൻസ് മാൾ എന്ന് പറയുന്ന ചെറിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ ചെറിയൊരു സ്ലോ ചാർജർ ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. ആ ഒരു സമയത്ത് നമ്മൾ പച്ച നമ്പർ പ്ലേറ്റ് വെച്ച കാറുകൾ നമ്മുടെ നിരത്തുകൾ വളരെയധികം കുറവായിരുന്നു. ഏതൊരു സ്റ്റാർട്ടപ്പുകളും പിറവിയെടുക്കുന്നത് സമൂഹത്തിൻ്റെ ഒരു പെയിൻ സോൾവ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്കെല്ലാവർക്കും അറിയാം. ഇലക്ട്രിക് കാറുകൾ വരുമ്പോൾ എല്ലാവരുടെയും ഒരു ആശങ്കയായിരുന്നു, ഈ കാർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റോഡുകളിൽ നിന്ന് പോവില്ലേ, ഇതെങ്ങനെയാണ് റീചാർജ് ചെയ്യുന്നത്? അതിനൊരു സൊല്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇലക്ട്രിക് കാർ എടുക്കാമായിരുന്നു. ആ ഒരു പെയിൻ നമുക്കും ഫീൽ ചെയ്തപ്പോഴാണ് എന്തുകൊണ്ട് ആ ഒരു വേദനയെ ലഘൂകരിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കിക്കൂടാ എന്നൊരാശയത്തിലാണ് ഗോഇസി പിറവിയെടുത്തത്. പട്ടാമ്പിയിലാണ് ആദ്യം തുടങ്ങിയത്. നിങ്ങളീ കാണുന്ന ഫോട്ടോ കൊച്ചിൻ ലുലുവിലെ നമ്മുടെ ചാർജിങ് സ്റ്റേഷൻ്റെ ഫോട്ടോയാണ്. ഒരു സ്റ്റോറിയിലൂടെയാണ് ഇത് വളർന്ന് പന്തലിച്ചത്. ആ ഒരു സമയത്ത് ഞങ്ങൾ മറ്റു പല ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ചാവക്കാട്ടുകാരൻ യൂനിസിക്ക പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം വരികയാണ്, സ്വർണം സ്ത്രീധനമായി കൊടുക്കാൻ താല്പര്യമില്ല. ആ ഒരു സമയത്ത് അതുപോലെ ഒരു ആത്മഹത്യയൊക്കെ നടന്നൊരു സമയമായിരുന്നു. എൻ്റെ കയ്യിൽ ഒരു 2 കോടി രൂപയുണ്ട്, എന്ത് ചെയ്യും? ഞങ്ങൾ കുറേ ആശയങ്ങൾ ആലോചിച്ചു. കാരണം 2 കോടി രൂപയായിട്ട് ഒരാൾ മുന്നിൽ വന്ന് നിൽക്കുകയാണല്ലോ. നിങ്ങൾ ചാർജിങ് സ്റ്റേഷനിലേക്ക് ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ പറഞ്ഞു, യൂനുസ്ക സ്വന്തമായിട്ട് സ്ഥലമുണ്ടെങ്കിൽ ഇത് പറ്റുള്ളൂ, നിങ്ങൾക്ക് സ്ഥലമുണ്ടോ? ഇല്ല, ഞാനൊരു പ്രവാസിയാണ്, എനിക്ക് സ്ഥലമൊന്നുമില്ല, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിന്നാണ് ഈ ഒരു ആശയം ട്രിഗർ ചെയ്തത്. ഞങ്ങൾ 3 പേരും കൂടെ ആലോചിച്ചു എങ്ങനെയാണ് ഇതിനെ വൈഡൻ ചെയ്യുന്നത്. അപ്പോഴാണ് മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ. ആദ്യം ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് ഒരു സ്ഥലമെടുക്കുക, അതിലൊരു കോഫി ഷോപ്പോ റെസ്റ്റോറൻറ്റോ ഉണ്ടാക്കുക, അതിലേക്കൊരു ചാർജിങ് സ്റ്റേഷൻ സെറ്റ് ചെയ്യുക, എന്നിട്ട് അത് വിൽക്കുക. അതായിരുന്നു ബിസിനസ് മോഡൽ. പക്ഷേ ഇങ്ങനെ ഒരാൾ മുന്നിൽ വന്നപ്പോഴും ആലോചിച്ചു, എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? അതിൻ്റെ നേരെ മറിച്ച് ചിന്തിച്ചൂടെ? ഇതെല്ലാം ഉള്ള സ്ഥലങ്ങളിൽ നമ്മുടെ മെഷീൻസ് കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കോസ്റ്റ് കുറച്ചുകൂടെ? അങ്ങനെ ഞങ്ങൾ ലുലു പോലെയുള്ള, ശരവണവൻ ഹോട്ടൽ പോലെയുള്ള, ഒബ്രോൺ മോള് പോലെയുള്ള ഹൈവേ സൈഡിലുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റ് ചെയിനുകളിലെ സമീപിച്ചു. നിങ്ങളുടെ പാർക്കിംഗ് സ്ലോട്ട് വെറുതെ കിടക്കുന്നതല്ലേ, അതിൽ ഞങ്ങളുടെ ഒരു മെഷീൻ കൊണ്ടുവന്ന് വെച്ചോട്ടെ, കറണ്ട് ബില്ല് ഞങ്ങൾ അടച്ചോളാം, കറണ്ട് കണക്ഷൻ ഞങ്ങളുടെ പേരിലെടുത്തോളാം, നിങ്ങൾക്ക് യാതൊരു പെയിനുമില്ല, ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഇവിടെ വരും. അപ്പോൾ അവർ ചോദിച്ചു, സംഗതി ഞങ്ങൾക്ക് മുടക്കുമുതലൊന്നുമില്ല, പക്ഷെ എന്താണ് ഞങ്ങൾക്ക് കിട്ടുന്നത്? നിങ്ങൾക്ക് ഞങ്ങൾ കസ്റ്റമറെ തരാം. അവിടെ ചാർജ് ചെയ്യാൻ വരുന്ന ഇലക്ട്രിക് കാർ ഉപഭോക്താക്കൾ 10 മുതൽ 20-30 മിനിറ്റ് വരെ അവിടെ ചെലവഴിക്കും. അവർ നിങ്ങളുടെ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാതിരിക്കില്ല. ആ കസ്റ്റമറെ നിങ്ങളെടുത്തോ, പകരം ഞങ്ങൾ അവിടെ ചാർജർ വെച്ചോളാം. അത് വർക്കൗട്ടായി. യൂനുസ്കാക്ക് 15 ചാർജിങ് സ്റ്റേഷൻ ഇതുപോലെ നല്ല നല്ല സ്ഥലങ്ങളിൽ ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തു. അദ്ദേഹം അത് മകൾക്ക്, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, കല്യാണത്തിൻ്റെ സമയത്ത് സമ്മാനിച്ചു. ഏകദേശം എല്ലാ മാസവും ഒരു 2 ലക്ഷം രൂപയോളം അദ്ദേഹത്തിൻ്റെ മകൾ എല്ലാ 15-ാം തീയതിയും കിട്ടിക്കൊണ്ട് ആ ഒരു ആശയത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ സ്റ്റാർട്ടപ്പിൻ്റെ ആശയം. ഇപ്പോൾ ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ നമ്മുടെ കേരളത്തിൽ 124 എണ്ണമായി. കഴിഞ്ഞ ബുധനാഴ്ച ഉത്തർപ്രദേശിലെ ലക്നൗവിലുള്ള ലുലുവിലാണ് അവസാനം ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ നെറ്റ്വർക്ക് ആവാൻ ഞങ്ങൾക്ക് 2 വർഷം കൊണ്ട് കഴിഞ്ഞു. നമ്മളൊരു പാൻ ഇന്ത്യ ബേസിസിലാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു വ്യക്തമായ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വന്തമായിട്ട് സ്ഥലമില്ലെങ്കിലും അല്ലെങ്കിൽ ഒരു ജോലിക്കാരെ വെക്കാതെയും നമുക്ക് ഈ ഒരു
ഒരു സ്റ്റേഷൻ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. 2 തരത്തിലുള്ള റവന്യൂ മോഡലാണ് നമുക്ക് വരുന്നത്. ഒന്ന് സ്റ്റേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴുള്ള ഒരു റവന്യൂ, 2 നമുക്കൊരു ഇലക്ട്രിക് കാറുകാരുടെ ഒരു കസ്റ്റമർ ബേസ് ഉണ്ട്, അവർ റീചാർജ് ചെയ്യുമ്പോൾ കിട്ടുന്ന മറ്റൊരു റവന്യൂ. ഒരു ചാർജിങ് സ്റ്റേഷൻ സെറ്റ് ചെയ്യാൻ ഏകദേശം 15 ലക്ഷം രൂപ ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അതിനുശേഷം ഒരുപാട് പ്രവാസികൾ ഇതിലേക്ക് വരാൻ തുടങ്ങി. ഓരോ ചാർജിങ് സ്റ്റേഷനും ഞങ്ങളിത് മേടിക്കാൻ തുടങ്ങി. ഏകദേശം അവർക്കൊരു 10-15,000 രൂപയുടെ മേലെ ഓരോ ചാർജിങ് സ്റ്റേഷനും റവന്യൂ കിട്ടാൻ തുടങ്ങി. പക്ഷേ വീണ്ടും രസകരമായൊരു ട്വിസ്റ്റ് കഥയിൽ വന്നു. അതിൽ വണ്ടൂരുള്ളൊരു ഫസൽ എന്ന് പറഞ്ഞ ഒരാൾ 4 ചാർജിങ് സ്റ്റേഷൻ ഞങ്ങളിത് മേടിച്ചിരുന്നു. ഒരു ദിവസം ഫസൽ വിളിക്കുകയാണ് അക്കൗണ്ട്സിലേക്ക്. എൻ്റെ പേരിലുള്ള ആ സ്റ്റേഷൻ്റെ പേര് പറയുന്നില്ല, ഇന്ന സ്ഥലത്തെ ആ ചാർജിങ് സ്റ്റേഷൻ എൻ്റെ സുഹൃത്തിന് വേണം, അദ്ദേഹത്തിന് മാറ്റി കൊടുക്കാമോ? കാരണം എല്ലാ മാസവും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്കാണ് പ്രോഫിറ്റ് അയച്ചുകൊണ്ടിരിക്കുന്നത്. മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞു. മാറ്റി കൊടുത്തതിന് ശേഷം ഒരു മാസത്തിന് ശേഷം ഞാൻ പറയുകയാണ്, എനിക്ക് അടുത്തതും എൻ്റെ വേറൊരു റിലേറ്റീവിന് കൊടുക്കണം. ഓക്കെ, അതും മാറ്റി കൊടുത്തു. അപ്പോൾ എന്താണ് ഈ കഥ എന്ന് അന്വേഷിച്ചപ്പോൾ, ഈ ഫസൽ എന്ന് പറയുന്ന ഞങ്ങളുടെ ആ ഒരു ഫ്രാഞ്ചൈസി ഓണർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് 15 ലക്ഷം മേടിച്ച് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ റവന്യൂ ഏകദേശം 3 ഇരട്ടി ഓരോ സ്റ്റേഷനിലും. അദ്ദേഹം അതൊരു സ്ഥലക്കച്ചവടം പോലെ വലിയ വിലയ്ക്ക് വേറെ ആൾക്ക് കൊടുത്തു. അങ്ങനെ ഒരു സാധ്യത കൂടി ഉണ്ട് എന്ന് ഞങ്ങൾ വീണ്ടും തിരിച്ചറിഞ്ഞു. പിന്നെ ഞങ്ങൾ ഈ ഒരു ഫ്രാഞ്ചൈസി കൊടുക്കാതിരുന്നു, നമ്മുടെ ഇക്വിറ്റിയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങാൻ തുടങ്ങി. ആ കാശ് കൊണ്ട് ഇതുപോലെ നല്ല നല്ല ലൊക്കേഷനിലേക്ക് ഇതുപോലെ ചാർജിങ് സ്റ്റേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെയാണ് നമ്മുടെ കമ്പനി റവന്യൂ ഉണ്ടാക്കുന്നത്. ഈ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് 247 കോടി രൂപ വാല്യൂഷനിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചാർജിങ് നെറ്റ്വർക്കായി ഇന്ത്യയിലെ ഏറ്റവും വലുത് ആവാൻ കഴിയുമോ എന്നറിയില്ല, കാരണം കോർപ്പറേറ്റുകൾ ഈ മേഖലയിലേക്ക് വന്നു തുടങ്ങി. എന്നാലും അവസാനത്തെ ഒരു 5 കമ്പനികളിൽ എത്താൻ കഴിയുമെന്നാണ് വിശ്വാസം. അപ്പോഴും നമ്മളൊരു ഗ്രീൻ എനർജി സ്റ്റാർട്ടപ്പാണെന്ന് പറയുമ്പോഴും വീണ്ടും അതൊരു പുതിയൊരു പ്രശ്നം. സോഷ്യൽ മീഡിയയിലേക്ക് വലിയ ക്യാമ്പയിൻ വരുന്നു, ഇലക്ട്രിക് കാറുകൾ ഗ്രീൻ എനർജി അല്ല, ഈ കറണ്ട് ഉണ്ടാക്കുന്നത് കൽക്കരിയും ഡീസലും ഒക്കെ കത്തിച്ചിട്ടാണ്. വീണ്ടും ഞങ്ങൾ ആലോചിച്ചു ഇതെന്ത് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പാലക്കാട് വടകരപ്പതി പഞ്ചായത്തിൽ ഒരു 8 ഏക്കർ സ്ഥലം എടുക്കുന്നത്. നമ്മളൊക്കെ വിൻമില്ലുകൾ കണ്ടിട്ടുണ്ട് ഇല്ലേ, കാറ്റാടികളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ കാറ്റാടികളിലെ നമുക്ക് ആർക്കും ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ കേരളത്തിലില്ല. എന്താ നിങ്ങൾ കാരണം ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ ഒരു മിഡിൽ ഈസ്റ്റിലൊക്കെ ഇത്രയും പെട്രോളിയം നിക്ഷേപമുള്ളതുപോലെ നമ്മുടെ പശ്ചിമഘട്ടത്തിന് ഗ്യാപ്പുള്ളത്, ഒരു വിടവുള്ളത് പാലക്കാടും പുനലൂരുമാണ്. ഈ വിടവ് വലിയൊരു ടണലാണ്, അതിലൂടെ വളരെ ശക്തിയിലാണ് കാറ്റ് വീശുന്നത്. അങ്ങനെ കാറ്റ് വീശുന്ന സ്ഥലങ്ങളിലാണ് ഈ വിൻമിൽ പോലെയുള്ള പ്രൊജക്റ്റുകൾ റണ്ണാവുന്നത്. നമ്മളതുപോലെ വളരെയധികം പൊട്ടൻഷ്യലുള്ള സ്ഥലങ്ങൾ നമ്മുടെ സ്റ്റേറ്റിൽ 2 സ്ഥലത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനത്തെ സ്ഥലം കണ്ടുപിടിച്ച് ഞങ്ങളവിടെ ഒരു വിൻമിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചു. അങ്ങനെ ആ ഒരു ഒറ്റ വിൻമില്ലും ഉണ്ടായിരിക്കും അത് ഏകദേശം 6 മാസത്തോളം എടുക്കും അതിൻ്റെ ഇൻസ്റ്റലേഷൻ കഴിയാൻ. നമ്മളെ കേരളത്തിലെ എല്ലാ ചാർജിങ് സ്റ്റേഷനും ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും നമ്മുടെ ഗോയിസിയുടെ ആണെങ്കിലും ഒരു ചാർജിങ് സ്റ്റേഷൻ റൺ ചെയ്യാൻ പറ്റുന്ന എനർജി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. ഇത് സാധാരണ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് പോലെ, ഇപ്പം നേരത്തെ ഇവിടെ സംസാരിച്ച അനീഷ് അച്യുതൻ അദ്ദേഹം പറയുകയുണ്ടായി, നമ്മുടെ നാട്ടിൽ നിന്നുണ്ടാവുന്ന സ്റ്റാർട്ടപ്പുകളും ഇതുപോലെ മറ്റുള്ളവരുടെ പെയിൻ സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വലിയ തോതിൽ നമുക്ക് വളരാൻ കഴിയും. അത് പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പോളിസികൾക്ക് അനുസരിച്ചുള്ള പുതിയ പദ്ധതികളാണെങ്കിൽ വളരെ വേഗത്തിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ പട്ടാമ്പിൽ തുടങ്ങിയ ഒരു കമ്പനി കൊച്ചി വൈറ്റിലാണ് ഹെഡ് ഓഫീസുള്ളത്. കോഫൗണ്ടറായിട്ടുള്ള PG രാംനാഥ് നമ്മുടെ ഈ സദസ്സിലുണ്ട്. അതുപോലെ വേറൊരു ഡയറക്ടറായിട്ടുള്ള സാറ എലിസബത്ത് ഉണ്ട്. ഇത് ഏകദേശം 55 എംപ്ലോയീസായി 10 സംസ്ഥാനങ്ങളിൽ കൂടി പ്രസൻസായി ഇന്ന് എത്തി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ശരിക്കും വേണ്ടത് ഇതാണ് വിൻമിൽ. നമ്മൾ ഇതുപോലെയല്ല, ഇത് ചെറിയ വിൻമില്ലുകളാണ്. നമ്മുടെ നാട്ടിൽ അവിടെ ഉണ്ടാകാൻ പോകുന്നത് ഏകദേശം 50 നില ഒരു ബിൽഡിങ്ങിൻ്റെയൊക്കെ ഉയരമുള്ള വലിയ വിൻമില്ലുകളാണ് ഉണ്ടാവുക. ഞങ്ങൾക്ക് ഈ ഒരു സ്കെയിലപ്പ് കോൺക്ലേവിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞങ്ങൾ ചോദിച്ചിരുന്നു എന്താണ് ഞങ്ങൾക്കിവിടെ അവതരിപ്പിക്കാൻ പറ്റുക. MLA പറഞ്ഞു, മലബാറുകാരോട് നിങ്ങൾക്ക് എന്തും ചോദിക്കാം, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മലബാറോട് ചോദിക്കാം. ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നതാണ്, ഈ കേരളത്തിലെ ഏറ്റവും വലിയ ചാർജിങ് സ്റ്റേഷൻ നെറ്റ്വർക്കായ
ഈ ഒരു ഗോയിസി എന്ന് പറയുന്ന ഒരു കമ്പനിയെ ഇന്ത്യയിലെ 5-ലൊരു നെറ്റ്വർക്കെങ്കിലും ആക്കാൻ കഴിയുന്ന രീതിയിൽ, ഇതുപോലെ ഒരു ചാർജിങ് സ്റ്റേഷൻ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ്. ഇതിൽ ഇക്വിറ്റിയിലേക്കും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ചാർജിങ് സ്റ്റേഷനിൽ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞങ്ങൾ 2 ചെറിയ സ്റ്റാളുകൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. കൂടുതൽ അറിയാൻ അവിടെ നമുക്ക് എത്താൻ പറ്റും. അവിടെ നമ്മൾ ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് വിശദമായിട്ട് ഞങ്ങൾ പരിചയപ്പെടുത്താം. ഇത് വളരെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ പ്രവാസികൾക്കും അതുപോലെ വീട്ടമ്മമാർക്കും ഒരു സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങണം എന്ന വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല എന്ന് വിചാരിക്കുന്ന ഏതൊരാൾക്കും ഒരു ജോലിക്കാരനെ വെക്കാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴത്തെ ഈ ഒരു ഏറ്റവും പുതിയ ഈ ഒരു സമൂഹത്തിലെ ഏറ്റവും പ്രോഗ്രസീവായിട്ടുള്ള, കാരണം ഇലക്ട്രിക് കാറുകൾ കണ്ടമാനം വരെ നിങ്ങൾക്കറിയാം. മാരുതി കൂടി ഇലക്ട്രിക് ആവുന്നതോടുകൂടി ഇന്ത്യ മൊത്തം ഇലക്ട്രിക് ആവുമെന്നുള്ള ഒരു ചൊല്ല് തന്നെയുണ്ട്. മാരുതിയുടെ വാഗണാറും അതുപോലെ ടാറ്റയുടെ നാനോവും ഇതുപോലെ ഈ 2024-25 വരാൻ പോകുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ നിരത്തുകൾ കീഴടക്കാൻ പോകുന്ന പുതിയ കാലത്തിൻ്റെ പെട്രോൾ പമ്പുകളായിട്ടുള്ള ഈ ഒരു ഗ്രീൻ എനർജി സ്റ്റാർട്ടപ്പിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.